ഞാൻ പറയേണ്ടത് നിങ്ങൾ പറഞ്ഞ നിലവാരത്തിൽ പറയാനാണ് എന്താ പറയേണ്ടതെന്നറിയോ? യു ആർ പെയ്ഡ് ഫോർ ഡൂയിങ് ദിസ് എന്ന് പറയേണ്ടതാണ് ഞാൻ. അല്ലെങ്കിൽ എന്താണ് അടിസ്ഥാനമില്ല? ഞാൻ ചോദിച്ചു, ഞാൻ സ്പെസിഫിക്കായി ചോദിച്ചു, അങ്ങനെ അനന്തുവിൻ്റെ മൊഴി നിലവിലുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഐ കൺഫേം വിത്ത് ഓൾ ദ സോഴ്സസ് അവൈലബിൾ. ഇനി നാളെ ഇനിയിപ്പോൾ അയാളെ കൊണ്ട് പറയിപ്പിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ ഈ മൊമെൻറ്റിൽ, ഞാൻ ഈ സംസാരിക്കുന്ന മൊമെൻറ്റിൽ എൻ്റെ പേര് അദ്ദേഹം പരാമർശിച്ചിട്ടില്ല എന്ന് ഉത്തരവാദിത്തപ്പെട്ട അതോറിറ്റേറ്റീവ് സോഴ്സിൽ നിന്ന് എന്നോട് പറഞ്ഞിട്ടിരിക്കെ ഞങ്ങളുടെ റിപ്പോർട്ടർ മൊഴി കണ്ടു എന്ന് പറയുന്ന അരുണിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, വാട്ട് ഈസ് യുവർ ക്രെഡിബിലിറ്റി? വാട്ട്സ് യുവർ ഇൻറ്റഗ്രിറ്റി? നിങ്ങളുടെ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് നാളെ രാഷ്ട്രീയത്തിൽ വരണമെങ്കിൽ വരാനോ? അതിന് ഈ മേലങ്കി അണിഞ്ഞ് ഇതിനെ ഇതുപോലെ ദുരുപയോഗം ചെയ്തുകൊണ്ട് വേണോ? ഇറ്റ്സ് പത്തറ്റിക്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഞാനാണോ കള്ളം പറയുന്നത്? മാത്യു കുഴൽനാടനാണോ കള്ളം പറയുന്നത്? അത് റിപ്പോർട്ടർ ചാനലിലെ ആങ്കർ അരുണാണോ പൊതുജന സമൂഹത്തിൽ കള്ളം പറഞ്ഞതെന്ന് തെളിയിക്കാൻ നിങ്ങൾ അറ്റ്ലീസ്റ്റ്, നിങ്ങൾ എത്രയോ വാർത്തകൾ നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നവരാണ്, എത്രയോ വാർത്തകൾ അന്വേഷിച്ച് കണ്ടെത്തുന്നവരാണ്. ഞാൻ പറഞ്ഞ സത്യം പറഞ്ഞാൽ ഒരു കാര്യം പറയട്ടോ, കൈരളി ചാനൽ ഇതിലും മാന്യതയോടുകൂടെ പെരുമാറിയിട്ട് സത്യത്തിൽ. ഈവൻ CPM ഏരിയ സെക്രട്ടറി നടത്തിയ പത്രസമ്മേളനം, അവർ പറഞ്ഞത് മാത്യു കുഴൽനാടൻ MLA-യും MP-യും ഇത് പ്രചരിപ്പിക്കാൻ പ്രേരകമായെന്ന് അവർ പറഞ്ഞുള്ളൂ. അവർക്കൊരു മാന്യതയുണ്ട്. CPM നടത്തിയ പ്രതികരണം, അവരെന്നെ രാഷ്ട്രീയ എതിരാളികളാണ് പറയാൻ. ഈ റിപ്പോർട്ട് ഒരു ചാനലിൻ്റെ പേരും ഒരു ഒരു ആങ്കറിൻ്റെ ഇതും വെച്ചുകൊണ്ട് ഇത്രയും മോശമായി. യുവർ ഇൻട്രസ്റ്റ് ഈസ് പൊളിറ്റിക്കൽ ഓർ യുവർ ഇൻട്രസ്റ്റ് ഈസ് സംതിങ് എൽസ്. യു ആർ നോട്ട് ഫോർ ട്രൂത്ത്. നിങ്ങൾ സത്യത്തിന് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ മാധ്യമ പ്രവർത്തനത്തെ ഇതുപോലെ ഡീഗ്രേഡ് ചെയ്യുന്ന പ്രവർത്തനം. നിങ്ങൾ ഓരോരുത്തരും അത് എക്സ്പോസ് ചെയ്തില്ലെങ്കിൽ നിങ്ങളും അതേ ബ്രാക്കറ്റിൽ വരും. എങ്ങനെയാണ് പത്രങ്ങളെ ജനം വിശ്വസിക്കുക? എങ്ങനെയാണ് മാധ്യമങ്ങളെ വിശ്വസിക്കുക? നിങ്ങൾ പറയുന്ന വാർത്തയ്ക്ക് എന്ത് ക്രെഡിബിലിറ്റിയാണുള്ളത്? അതല്ലെങ്കിൽ നിങ്ങൾ പ്രൂവ് ചെയ്യണം. ഐ പ്ലേസ് ദിസ് ആസ് എ ചലഞ്ച്. റിപ്പോർട്ടർ ചാനലിന് ആസച്ച് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക. ഈ മൊമെൻറ്റിൽ മാത്യു കുഴൽനാടനെതിരെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അനന്തുവിൻ്റെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഞാൻ 7 ലക്ഷം രൂപ വാങ്ങി നിങ്ങൾ തെളിയിക്കണ്ട. സാധാരണക്കാരന്, സാമാന്യ ജനത്തിന് പ്രഥമദൃഷ്ടിയ സംശയം തോന്നുന്ന സാഹചര്യങ്ങളെങ്കിലും ഉണ്ടെന്ന് തെളിയിച്ചാൽ ഞാൻ ഈ പൊതുപ്രവർത്തനം അവസാനിച്ച് വീട്ടിൽ പോകും.